ഓസ്ട്രേലിയൻ പര്യടനത്തിലെ T20 പരമ്പര നിലനിർത്താൻ നിർണായകമായ പോരാട്ടത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ഓസ്ട്രേലിയയിലെ ഹോബാർട്ടിലെ ബെല്ലാറൈവ് ഓവലിൽ നടക്കുന്ന 5 മത്സരങ്ങളുടെ പരമ്പരയിലെ 3-ാം മത്സരമാണിത്. ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയും മെൽബണിൽ നടന്ന 2-ാം മത്സരത്തിൽ ഓസ്ട്രേലിയ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തതോടെ പരമ്പരയിൽ 1-0 പിന്നിലാണ് നിലവിൽ ഇന്ത്യ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം ആരംഭിക്കുക. പരമ്പരയിലെ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് ഇന്ന് വിജയം അനിവാര്യമാണ്. സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും ഹോട്ട്സ്റ്റാറിലും മത്സരം തത്സമയം കാണാൻ സാധിക്കും. ബെല്ലാറൈവ് ഓവലിലെ പിച്ച് സാധാരണയായി സമതുലിതമായ പ്രതലമാണ് നൽകുന്നത്. പേസ് ബൗളർമാർക്ക് പ്രത്യേകിച്ച് ആദ്യ ഓവറുകളിൽ സ്വിംഗും ബൗൺസും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ ബാറ്റിംഗിന് അനുകൂലമായി പിച്ച് മാറുകയും ചെയ്യും. താരതമ്യേന ചെറിയ അതിർത്തികളുള്ള ഈ മൈതാനം വലിയ ഷോട്ടുകൾക്ക് അനുയോജ്യമാണ്. ടോസ് നേടുന്ന ടീം ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ഇന്ന് ഹൊബാർട്ടിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. മഴയ്ക്ക് നേരിയ സാധ്യത മാത്രമുള്ളതിനാൽ ഒരു സമ്പൂർണ്ണ മത്സരവും പ്രതീക്ഷിക്കാം. മെൽബണിൽ നടന്ന 2-ാം T20യിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തീർത്തും പരാജയപ്പെട്ടത് ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻനിര ബാറ്റ്സ്മാനായ ശുഭ്മാൻ ഗിൽ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, മലയാളി താരം സഞ്ജു സാംസൺ എന്നിവർക്ക് വലിയ സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ മത്സരത്തിൽ നേടിയ വെറും 5 റൺസ് അദ്ദേഹത്തിനെതിരെ വിമർശനമുയർത്താൻ കാരണമായിട്ടുണ്ട്. സ്ഥിരതയാർന്ന ഒരു മികച്ച ഇന്നിംഗ്സ് കളിച്ച് വിമർശകരുടെ വായടപ്പിക്കാൻ ഗില്ലിന് ഇന്നത്തെ മത്സരം നിർണായകമാകും. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പൊസിഷനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തും ശക്തമാണ്. 2-ാം T20യിൽ 3-ാം സ്ഥാനത്താണ് സഞ്ജു ക്രീസിലെത്തിയത്. എന്നാൽ ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഹേസൽവുഡിന്റെ മികച്ച ബൗളിംഗിന് മുന്നിൽ താരം 2 റൺസ് മാത്രമെടുത്ത് പുറത്തായി. സ്ഥിരമാർന്ന ഒരു ബാറ്റിംഗ് പൊസിഷൻ ലഭിക്കാത്തതാണ് സഞ്ജുവിന്റെ പ്രകടനത്തെ ബാധിക്കുന്നതെന്ന് മുൻ കളിക്കാർ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടു. മുമ്പ് ഓപ്പണറായി ഇറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജുവിനെ ടീമിന്റെ ആവശ്യകതയനുസരിച്ച് 3 മുതൽ 8 വരെയുള്ള സ്ഥാനങ്ങളിൽ മാറി മാറി പരീക്ഷിക്കുന്നതിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നായകൻ സൂര്യകുമാർ യാദവിന്റെ ഫോമും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നു. ആദ്യ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ചു എന്ന് തോന്നിച്ചെങ്കിലും മെൽബണിൽ താരത്തിന് താളം കണ്ടെത്താനായില്ല. ടോപ്പ് ഓർഡർ തകരുമ്പോൾ മധ്യനിരയിൽ നിന്ന് തിലക് വർമ്മ, റിങ്കു സിംഗ്, അഭിഷേക് ശർമ്മ എന്നിവർക്ക് സ്ഥിരതയോടെ ബാറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ബൗളിംഗ് നിരയിൽ മാറ്റങ്ങൾ വരുത്തി ശക്തമായ ഒരു പ്ലേയിങ് 11 ഇറക്കാനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. ഹൊബാർട്ടിലെ സാഹചര്യം സ്വിംഗ് ബൗളിംഗിന് അനുകൂലമായേക്കാം എന്നതിനാലും ലോകോത്തര T20 ബൗളർമാരിൽ ഒരാളായ അർഷദീപ് ദീപിന്റെ പ്രാധാന്യം ടീം തിരിച്ചറിഞ്ഞേക്കും. മധ്യനിര ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും ഇന്ത്യക്ക് ആശയക്കുഴപ്പമുണ്ട്. ശിവം ദുബെക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡിയോ വാഷിംഗ്ടൺ സുന്ദറോ പ്ലേയിങ് 11 എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കുന്നതിനായി വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. മറുവശത്ത് ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസ വാർത്തയാണ് ഇന്ത്യക്കുള്ളത്. മെൽബണിൽ ഇന്ത്യൻ മുൻനിരയെ തകർത്ത ജോഷ് ഹേസൽവുഡ് ആഷസ് പരമ്പരയുടെ തയ്യാറെടുപ്പുകൾക്കായി ടീമിൽ നിന്ന് പിന്മാറിയത് ഇന്ത്യക്ക് നേരിയ ആശ്വാസം നൽകും. പരിക്കിൽ നിന്ന് മുക്തനായ ഗ്ലെൻ മാക്സ്വെൽ ഓസീസ് നിരയിൽ തിരിച്ചെത്തുമെന്നും മത്സരത്തിന് ആവേശം കൂട്ടും. മാക്സ്വെലിന്റെ സാന്നിധ്യം ഓസ്ട്രേലിയൻ ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ കരുത്തും മധ്യനിരയിലെ ഓൾറൗണ്ട് ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കും. പരമ്പരയിൽ 1-0 പിന്നിലായ ഇന്ത്യക്ക് 2-0 എന്ന നിലയിലേക്ക് വീഴാതിരിക്കാൻ ഇന്നത്തെ മത്സരം വിജയിച്ചേ മതിയാകും. മുൻനിര ബാറ്റർമാരുടെ തിരിച്ചുവരവും ബൗളിംഗ് കോമ്പിനേഷനിലെ ശരിയായ തീരുമാനങ്ങളും മത്സരത്തിൽ നിർണായകമാകും.